ഒരു വ്യക്തി ഒരു നിശ്ചിത ദൂരം 18 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗത്തിൽ സഞ്ചരിച്ചപ്പോൾ 8 മിനിറ്റ് കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി. അതേ ദൂരം 6 മിനിറ്റ് കൊണ്ട് സഞ്ചരിക്കണമെങ്കിൽ അയാൾ എത്ര വേഗത്തിൽ സഞ്ചരിക്കണം? അപ്പോൾ നമുക്ക് വേഗത എത്രയാണ്? 18 കിലോമീറ്റർ പ്രതി മണിക്കൂർ അല്ലേ? സമയം എത്രയേ? 8 മിനിറ്റ്. നോക്കൂ, ഇവിടെ യൂണിറ്റ്, ഇത് മണിക്കൂറാണ്, ഇവിടെ മിനിറ്റാണ്. അപ്പോൾ യൂണിറ്റുകൾ ഏകീകരിക്കാൻ ഈ മിനിറ്റിനെ മണിക്കൂറാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? 60 കൊണ്ട് ഹരിക്കണം. 8/60. 4 കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ 24 8 15 4 60. ഇപ്പോൾ മണിക്കൂറായി. 2/15 മണിക്കൂർ. ഇപ്പം നമുക്ക് സമയം അറിയാം, വേഗത അറിയാം. അപ്പോൾ ദൂരം കാണാം. എങ്ങനെയാണ്? സമയം ഇൻറ്റു വേഗത. 2/15 ഇൻറ്റു 18 ഗുണിക്കുമ്പോൾ 28 36/15. 3 കൊണ്ട് വെട്ടിച്ചെടുക്കുമ്പോൾ 13 3 36 3 15. അത്രയും കിലോമീറ്റർ. 12/5 കിലോമീറ്ററാണ് ദൂരം. ഈ ദൂരത്തിന് മാറ്റമില്ല, ഒരേ ദൂരത്തിൽ യാത്ര ചെയ്യുകയാണ് അല്ലേ? അപ്പോൾ ദൂരം മാറ്റമില്ല. ഇനി നമ്മൾ അടുത്ത സമയം എടുക്കുക, എത്രയാണ്? 6 മിനിറ്റ്. അതിന് നമ്മൾ മണിക്കൂറാക്കുക. 6/60. 6 കൊണ്ട് പിടിച്ചെടുക്കുമ്പോൾ 1 6 6 60 1/10 മണിക്കൂർ. ഇനി നമുക്ക് എന്ത് കാണണം? വേഗത കാണണം, പുതിയ വേഗത അല്ലേ? വേഗത കാണാൻ സൂത്രവാക്യം എന്താ? ദൂരം ബൈ സമയം. ദൂരം മാറ്റില്ല, നമ്മൾ പറഞ്ഞല്ലോ. എത്രയാണ് ദൂരം? 12/5 കിലോമീറ്ററാണ്. അപ്പോൾ അതിൽ വില കൊടുക്കുമ്പോൾ ദൂരം ബൈ സമയം. ദൂരം എത്ര? 12/5 ബൈ സമയം എത്ര? 1/10. 1/10 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യണം? അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം, ഉൽക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 12/5 ഇൻറ്റു തിരിച്ചെടുത്ത് 10/1. നോക്കൂ, ഇതിൽ ഈ 5ഉം 10ഉം വെട്ടിച്ചെടുക്കുമ്പോൾ 2 എന്ന് വരും അല്ലേ? അപ്പോൾ 12 ഇൻറ്റു 2 24. പിന്നെ ബൈ ഒന്നും മാറ്റം വരില്ല. അപ്പോൾ 20 പുതിയ വേഗത, അതായത് 6 മിനിറ്റ് കൊണ്ട് എത്തണമെങ്കിൽ വേഗത എത്രയായിരിക്കണം? 24 കിലോമീറ്റർ പ്രതി മണിക്കൂർ. നോക്കൂ, നമ്മളിപ്പോൾ ചെയ്ത കണക്കുണ്ടല്ലോ, അതുപോലത്തെ ഒരു കണക്കാണ് ഇനി ചെയ്യാൻ പോകുന്നത്. പക്ഷേ നമ്മൾ മറ്റൊരു രീതിയിൽ, ഒരു എളുപ്പ വഴിയിൽ ഒരു സൂത്രവാക്യം ഉപയോഗിച്ച് ചെയ്യാം. 48 കിലോമീറ്റർ പ്രതി മണിക്കൂർ വേഗതയിൽ സഞ്ചരിച്ചാൽ 50 മിനിറ്റ് കൊണ്ട് എത്തുന്ന ദൂരം 40 മിനിറ്റ് കൊണ്ട് എത്താൻ എത്ര വേഗതയിൽ സഞ്ചരിക്കണം? കഴിഞ്ഞ ചോദ്യം പോലെ തന്നെയാണ്. എന്താ പ്രത്യേകത? ദൂരം സ്ഥിരമാണ്, ദൂരം മാറ്റമില്ല അല്ലേ? അപ്പോൾ നമ്മൾ രണ്ടാമത്തെ വേഗതയാണ് കാണേണ്ടത് അല്ലേ? രണ്ടാമത്തെ വേഗത കാണണം. സൂത്രവാക്യം എന്താ? ആദ്യ വേഗത ഇൻറ്റു ആദ്യ സമയം ബൈ രണ്ടാം സമയം. ആദ്യ വേഗത എത്രയാണ്? 48 കിലോമീറ്റർ പ്രതി മണിക്കൂർ. 48 ഇൻറ്റു ആദ്യ സമയം എത്രയേ? 50 മിനിറ്റ്. മണിക്കൂറാക്കണം അല്ലേ? കാരണം നമ്മുടെ മണിക്കൂറാണ്, കണ്ടോ? അപ്പോൾ എന്ത് ചെയ്തു? 50/60. 60 ഹരിക്കണം. ബൈ രണ്ടാം സമയം എത്രയേ? 40 മിനിറ്റ്. അതും മണിക്കൂറാക്കണം. 40/60. അപ്പോൾ 48 ഇൻറ്റു 50/60 ഇൻറ്റു നമുക്കിതിനെ തിരിച്ചിട്ടു, റെസിപ്രോക്കൽ വിൽക്രമം എടുത്തു. 60/40. നമുക്കിതിൽ വെട്ടിച്ചുരുക്കാം. എങ്ങനെയൊക്കെയാണ്? ഈ 60ഉം 60ഉം വെട്ടിക്കളയാം. 50ലെയും 40ലെയും പൂജ്യങ്ങൾ വെട്ടിക്കളയാം. അപ്പോൾ എന്താ വരിക? 48 ഇൻറ്റു 5/4 വരും. ഈ 4ഉം 48ഉം വെട്ടിച്ചുരുക്കുമ്പോൾ, അല്ലെങ്കിൽ 4ഉം 48ഉം ഹരിക്കുമ്പോൾ 12 4 48. ആ 12 ഇൻറ്റു 5 60. ഇതാണെന്ത്? പുതിയ വേഗത. അപ്പോൾ എത്രയാണ്? 60 കിലോമീറ്റർ പ്രതി മണിക്കൂർ. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറിൽ ഒരാൾ രാവിലെ 6 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് യാത്ര പുറപ്പെടുന്നു. അതേ ദിശയിൽ മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു കാർ ഉച്ചയ്ക്ക് 3 മണിക്ക് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടാൽ എത്ര ദൂരം സഞ്ചരിച്ചാൽ രണ്ടാമത്തെ കാർ ആദ്യ കാറിൻ്റെ ഒപ്പമെത്തും? ഇതാണ് ചോദ്യം. അപ്പോൾ തൃശ്ശൂരിൽ നിന്ന് 2 കാറുകൾ പോവുകയാണ്. ഒരു കാറിൻ്റെ വേഗത 60 കിലോമീറ്റർ, മറ്റൊരു കാറിൻ്റെ വേഗത 90 കിലോമീറ്റർ. ആദ്യത്തെ കാർ പുറപ്പെടുന്നത് രാവിലെ 6 മണിക്ക്, രണ്ടാമത്തെ കാർ പുറപ്പെടുന്നത് ഉച്ചയ്ക്ക് 3 മണിക്ക്. അപ്പോൾ എന്തായാലും രണ്ടാമത്തെ കാറിൻ്റെ വേഗത കൂടുക, കാരണം കുറേ ദൂരം കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ കാർ ആദ്യത്തെ കാറിനൊപ്പം എത്തുമല്ലോ. അത് എത്ര ദൂരം കഴിഞ്ഞാലാണ് ആ കാർ ഒപ്പം എത്തുക എന്നാണ് നമ്മുടെ ചോദ്യം. ഇതിന് നമുക്ക് എളുപ്പ വഴിക്ക് ഒരു സൂത്രവാക്യം ഉപയോഗിക്കാം. S1 ഇൻറ്റു S2 ബൈ S1 മൈനസ് S2 ഇൻറ്റു T. ഇതിൽ S1ഉം S2ഉം 2 സ്പീഡുകൾ, അത് എത്രയൊക്കെയാണ്? 90ഉം 60ഉം. 90 ഇൻറ്റു 60/90 മൈനസ് 60 ഇൻറ്റു T പറഞ്ഞാൽ സമയത്തിൻ്റെ ഇടവേള. എത്രയാണ്? രാവിലെ 6 മണിക്കാണ് ആദ്യത്തെ അല്ലേ? മറ്റേതോ ഉച്ചയ്ക്ക് 3 മണിക്കാണ്. അപ്പോൾ 6 AM ടു 3 PM എത്ര മണിക്കൂർ വരും? 6 AM രാവിലെ 6 മണിക്ക് ഉച്ചയ്ക്ക് 3 മണി വരെ എന്ന് പറഞ്ഞാൽ 9 മണിക്കൂറുണ്ട്. അതാണ് ഈ 9. അപ്പോൾ 90 ഇൻറ്റു 60 ഗുണിച്ചു 5400 ബൈ 90 60 കുറച്ച് 30 ഇൻറ്റു 9. നമുക്ക് ഒരു 0 വെട്ടിക്കളയാം അല്ലേ? ബാക്കി 3ഉം 9ഉം ഹരിക്കുമ്പോൾ 3 എന്ന് വരും. 3ഉം 9ഉം വെട്ടിച്ചെടുക്കുമ്പോൾ 3. അപ്പോൾ ഉത്തരം ഇവിടെ ഒരു 540 ഇരിക്കും. ഇവിടുത്തെ 0 വെട്ടിപ്പോയല്ലോ. 540 ഇൻറ്റു ഈ വെട്ടി ചുരുക്കിയ 3 ഗുണിക്കുമ്പോൾ
3 ഇൻറ്റു 0 0 3 4 12 3 5 5 16 1620 കിലോമീറ്റർ കഴിയുമ്പോഴാണ് എന്ത് സംഭവിക്കുക? രണ്ടാമത്തെ കാറ് ആദ്യത്തെ കാറിൻ്റെ ഒപ്പെത്തുക. നോക്കൂ, നമുക്ക് ഇപ്പം ചെയ്ത പോലെ ഒരു ചോദ്യം കൂടി ചെയ്യാം. മണിക്കൂറിൽ 20 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു കാറിൽ ഒരാൾ രാവിലെ 9 മണിക്ക് തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുന്നു. അതേ ദിശയിൽ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു കാറിൽ ഉച്ചയ്ക്ക് 2 മണിക്ക് മറ്റൊരാൾ യാത്ര പുറപ്പെടുന്നു. തിരുവനന്തപുരത്ത് നിന്ന് എത്ര അകലെയാകുമ്പോൾ രണ്ടാമത്തെയാൾ ആദ്യത്തെയാളുടെ ഒപ്പം എത്തും? അപ്പോൾ 2 വണ്ടികളാണ് അല്ലേ? എവിടുന്ന? തിരുവനന്തപുരത്ത് നിന്ന് പോവുകയാണ്. ആദ്യത്തെ കാറിൻ്റെ വേഗത 20 കിലോമീറ്ററാണ്. അടുത്ത കാറിൻ്റെ വേഗത 30 കിലോമീറ്ററാണ്. അപ്പോൾ കുറേ കഴിഞ്ഞാൽ രണ്ടാമത്തെ കാറ് വേഗത കൂടുതലാണല്ലോ, ആദ്യത്തെ കാറിൻ്റെ ഒപ്പം എത്തും. അത് എത്ര ദൂരം കഴിയുമ്പോഴാണെന്നാണ്. ഇനി രണ്ടും പുറപ്പെടുന്ന സമയവും തരുന്നുണ്ട്. ആദ്യത്തെ കാറ് എപ്പോഴാണ്? രാവിലെ 9 മണിക്ക്. അടുത്തതോ ഉച്ചയ്ക്ക് 2 മണിക്ക്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ സൂത്രവാക്യം പോലെ S1 × S2 / S1 - S2 × T വില കൊടുക്കുക. എത്രയ്ക്ക് വേഗതകൾ? 20ഉം 30ഉമാണ്. 30 × 20 / 30 - 20 ഇൻറ്റു സമയത്തിൻ്റെ ഇടവേള കാണണം. രാവിലെ 9 മണി, ഉച്ചയ്ക്ക് 2 മണി അല്ലേ? 9 AM to 2 PM. എത്ര മണിക്കൂറുണ്ട്? 5 മണിക്കൂർ. അപ്പോൾ ഇൻറ്റു 5. 30 × 20 ഗുണിച്ചാൽ 600 / 30 20 കുറച്ചാൽ 10 ഇൻറ്റു 5. ഇതിൽ നമുക്ക് ഒരു 0ഉം 10ഉം വെട്ടിക്കളയുമ്പോൾ 60 ഇൻറ്റു 5 വരും. അതായത് 300 കിലോമീറ്റർ. 300 കിലോമീറ്റർ കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് 300 കിലോമീറ്റർ കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? രണ്ടാമത്തെ കാർ ആദ്യത്തെ കാറിൻ്റെ ഒപ്പം എത്തും. നോക്കൂ, നമുക്ക് അടുത്തൊരു ചോദ്യം നോക്കാം. ഇത് മുമ്പത്തെ പോലെ തന്നെയാണ് കേട്ടോ. 2 ബൈക്ക് യാത്രക്കാർ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ആദ്യത്തെയാൾ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിലും രണ്ടാമത്തെയാൾ മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. ആദ്യത്തെയാൾ രണ്ടാമത്തെയാളേക്കാൾ 4 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തി. എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? മുമ്പത്തെ ചോദ്യം പോലെ തന്നെയാണ് അല്ലേ? ഒരു സ്ഥലത്ത് നിന്ന് പുറപ്പെടുകയാണ്. ആദ്യത്തെ ആളുടെ വേഗത തന്നിട്ടുണ്ട് 60 കിലോമീറ്റർ, രണ്ടാമത്തെ ആളുടെ വേഗത 50 കിലോമീറ്റർ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ആളുടെ വേഗതയാണ് കൂടുതൽ. അപ്പോൾ ആദ്യത്തെ ആൾ മുൻപിലും രണ്ടാമത്തെ ആൾ പുറകിലും പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആരാണ് ആദ്യം എത്തുക? ആദ്യത്തെയാൾ. അതാണ് ആദ്യത്തെയാൾ രണ്ടാമത്തെയാളേക്കാൾ എത്ര സമയം മുമ്പ്? 4 മണിക്കൂർ മുമ്പ് അവിടെ എത്തും ലക്ഷ്യസ്ഥാനത്ത്. അപ്പോൾ എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചതെന്നാണ്. അതേപോലെ ചെയ്താൽ മതി. S1 × S2 / S1 - S2 × T. എത്രയൊക്കെയാണ് വേഗതകൾ? 60ഉം 50ഉം. 60 × 50 / 60 - 50 ഇൻറ്റു സമയത്തിൻ്റെ ഇടവേള പറയുന്നുണ്ട് 4 മണിക്കൂർ മുമ്പ് എന്ന്. അപ്പോൾ അതാണ് സമയം 4. 60 × 50 ഗുണിക്കുമ്പോൾ 3000 വരും. / 60 50 കുറച്ചാൽ 10 എന്ന് വരും. ഇൻറ്റു 4. നമുക്ക് ഒരു 0ഉം 10ഉം വെട്ടിക്കളയാം. അപ്പോൾ 300 × 4 ഗുണിക്കുമ്പോൾ 1200 കിലോമീറ്റർ ആണ് അവർ സഞ്ചരിച്ച ദൂരം. നോക്കൂ, നമുക്ക് ഇപ്പം ചെയ്ത കണക്ക് പോലെ ഒരു ചോദ്യം കൂടി ചെയ്യാം. 2 സൈക്കിൾ യാത്രക്കാർ ഒരു നിശ്ചിത സ്ഥലത്തേക്ക് യാത്ര പുറപ്പെടുന്നു. ആദ്യത്തെയാൾ മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗത്തിലും രണ്ടാമത്തെയാൾ മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത്തിലുമാണ് സഞ്ചരിക്കുന്നത്. രണ്ടാമത്തെയാൾ ഒന്നാമത്തെയാളേക്കാൾ 5 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തി. എത്ര ദൂരമാണ് അവർ സഞ്ചരിച്ചത്? കഴിഞ്ഞ ചോദ്യം പോലെ തന്നെ രണ്ടാളും ഒരു നിശ്ചിത സ്ഥലത്ത് പുറപ്പെടുകയാണ്. ആദ്യത്തെ ആളുടെ വേഗത 30 കിലോമീറ്റർ, രണ്ടാമത്തെ ആളുടെ വേഗത 40 കിലോമീറ്റർ. അപ്പോൾ ആരാണ് ആദ്യത്തെ? രണ്ടാമത്തെ ആൾ. എന്താ സംഭവിച്ചത്? രണ്ടാമത്തെയാൾ ഒന്നാമത്തെയാളേക്കാൾ 5 മണിക്കൂർ മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തി. കണക്ക് ചെയ്യാം. സൂത്രവാക്യം അതുപോലെ S1 × S2 / S1 - S2 × T. വേഗതകൾ എത്രയ്ക്കാണ്? 30ഉം 40ഉം. അപ്പോൾ 40 × 30 / 40 - 30 ഇൻറ്റു സമയത്തിൻ്റെ ഇടവേള എത്രയാണ്? 5 മണിക്കൂർ മുൻപ് ഇൻറ്റു 5. 40 × 30 1200 / 40 - 30 10 ഇൻറ്റു 5. 1200 0ഉം 10ഉം വെട്ടിക്കളയാം. അപ്പം 120 ഇൻറ്റു 5. ഉത്തരം 600 കിലോമീറ്ററാണ് അവർ സഞ്ചരിച്ച ദൂരം.